എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ നമസ്കാരം. ജസ്ന എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് കോൺട്രവേഴ്സിയിലൊക്കെ നിറഞ്ഞു നിന്ന ആളാണ്. ഒരേ സൈസിലുള്ള കണ്ണനെ മാത്രമേ വരയ്ക്കാൻ അറിയത്തുള്ളൂ. ആ ഒരു കണ്ണനെ തന്നെ വരച്ച് ആ പടം വരയ്ക്കുന്ന ആ പടം വിറ്റിട്ട് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറയാൻ തുടങ്ങി, ജസ്നയ്ക്ക് ഈ ഒരൊറ്റ പടം മാത്രമേ വരയ്ക്കാൻ അറിയത്തുള്ളൂ, ഈ ഒരു കണ്ണനെ ഈ ഒരു സൈസിൽ മാത്രമേ, ഒരു കുഞ്ഞിക്കണ്ണനെ മാത്രമേ വരയ്ക്കാൻ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ പല രീതിയിലുള്ള പല ആംഗിളിലുള്ള കണ്ണനെ നമുക്കറിയാം. ശ്രീകൃഷ്ണന്റെ പല സൈസിലുള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും വരയ്ക്കാൻ അറിയത്തില്ല, എവിടുന്നോ പഠിച്ചതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അത് ആ പടം വരച്ച് ഒരുപാട് പേർക്ക് വിൽക്കുകയും ഒരുപാട് പേർ കൊണ്ട് കൊടുക്കുകയും നരേന്ദ്രമോദിക്ക് വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഗുരുവായൂരിലൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല വിഷയം. ഇപ്പം വീട്ടിൽ കുറച്ച് പായസം വെച്ചു. ആ പായസം ഞാൻ കണ്ണന് കൊടുക്കാൻ പോവാണ്. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പായസം കൊണ്ടുവരുന്നത്, ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത്, ഞാൻ ഇതിനകത്ത് കുറച്ച് കമന്റുകൾ കണ്ടു കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയത്തില്ല. അവിടെ എന്താണ് അങ്ങനെ കണ്ണന് പായസം അങ്ങോട്ട് കൊടുക്കാമോ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് എന്തൊക്കെ കൊടുക്കാം എന്നൊന്നും നമുക്ക് അറിയത്തില്ല എങ്കിലും, പക്ഷെ ഞാൻ ആ കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ട് അങ്ങനെ വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കരുത് എന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. പായസം പോലുള്ളത് അവിടെ കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ കമന്റിൽ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് നേർച്ചയായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്നിരിക്കട്ടെ, ഈ ഗുരുവായൂർ പോകുന്നവരെല്ലാം ഇങ്ങനെ വീഡിയോ ഇട്ട് 10 പേരെ അറിയിച്ചിട്ടാണോ പോകുന്നത്? അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഞാൻ ഒരു കൃഷ്ണഭക്തയാണ്, എല്ലാവരും എന്നെ, ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് പോലെ ഇങ്ങനെ നേർച്ച കൊണ്ടുപോകുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നവരെല്ലാം ഇങ്ങനെ വീഡിയോ ഇട്ട് 10 പേരെ അറിയിച്ചിട്ട്, ഞാൻ എന്റെ വീട്ടിൽ അത് വെച്ചു ഇത് വെച്ചു, അത് ഞാൻ കണ്ണന് കൊണ്ട് കൊടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് എത്ര പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മറ്റൊന്നുമല്ല. ഇപ്പം ഗുരുവായൂരിലോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറയാൻ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവൊക്കെ ഉണ്ട്. അത് എവിടെ വരെ കയറാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ജസ്ന പറയുന്നത് എനിക്ക് അതിന്റെ വെളിയിലൊക്കെ നിൽക്കാം എന്നൊക്കെയാണ് പറയുന്നത്, ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും എന്റെ സംശയം ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കൊണ്ട് കൊടുക്കാമോ, പായസം കൊണ്ട് ഇങ്ങനെ കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം ഇങ്ങനെ കൊണ്ട് അമ്പലത്തിൽ കൊടുക്കാൻ പറ്റുമോ, കണ്ണൻ ഇങ്ങനെ നേർച്ചയായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് പക്ഷെ ഞാൻ അതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ 2-3 പേരെ കമന്റ് കണ്ടത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ്. അതിന്റെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയുക. പോയിട്ടുള്ളവർ, അങ്ങനെ കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പക്ഷെ ഇത് ഒരു മുതലെടുപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത്. ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മള് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എന്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണനെ എന്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് പായസം ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കിയപ്പോൾ കണ്ണനും കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിനു മുമ്പ് ഈ ജസ്ന പായസം ഉണ്ടാക്കിയിട്ടില്ലേ വീട്ടില്? അങ്ങനെയാണെങ്കിൽ ജസ്നയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ജസ്ന ഇതിനു മുമ്പും പായസമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കാണുമല്ലോ. അപ്പൊ എന്തുകൊണ്ട് അന്നൊന്നും കൊടുത്തില്ല? ഇപ്പോൾ ഒരു കേസൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ നിന്നൊക്കെ ഒന്ന് ഊരണമല്ലോ. ഊരണമെങ്കിൽ എന്താ വേണ്ടത്? കുറച്ച് സപ്പോർട്ട് വേണം ബാക്കിൽ നിന്ന്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കഴിയുമ്പോൾ കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്യും. ജസ്നയ്ക്ക് അറിയാം ഏത് രീതിയിൽ പിടിച്ചാൽ ഇത് നടക്കും എന്നുള്ളത്. എന്താ വെച്ചാൽ ഇത് ഇടുമ്പോൾ തന്നെ ഒരുപാട് പേര് പറയുമല്ലോ, അയ്യോ ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്, ആ കണ്ണൻ അത്രയും കൊടുത്തല്ലോ, കണ്ണൻ അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ പറയുമ്പോഴത്തേക്ക് കുറച്ച് വെറുപ്പുകളൊക്കെ അങ്ങ് മാറും. അത് സ്വാഭാവികമാണ് മനുഷ്യരുടെ. അപ്പൊ ആ ഒരു വെറുപ്പ് മാറ്റാൻ വേണ്ടിയും ഒരു ബാക്ക് സപ്പോർട്ടിനും വേണ്ടിയാണ് ഇത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ പായസം, ഇത് എന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാണ്. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. ഇത് എടുത്തെടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും ഗുരുവായൂരിൽ നിന്ന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുമ്പോൾ ഞാൻ അങ്ങോട്ട് പായസം കൊണ്ട് കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഗുരുവായൂർ പോയ മറ്റുള്ളവരുണ്ടല്ലോ, ഗുരുവായൂരിൽ
ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന ഒരുപാട് പേരുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ പോകുന്നവരുണ്ട്, ഗുരുവായൂരപ്പനിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ച് അവിടെ പോകുന്നവരെല്ലാരും ഉണ്ട്. അവരാരും, നിങ്ങൾ ആരും അത് ചെയ്തില്ല, ഇത് ഞാനാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനേ നോക്കിയിട്ടുള്ളൂ, ഞാൻ അങ്ങോട്ട് കൊടുക്കാനാണ് പോകുന്നത്. സംഭവം ഏകദേശം കത്തിക്കാണുമല്ലോ, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇത് ഞാൻ ആ നടക്കൽ വെച്ചിട്ട് പോരുകട്ടോ ചെയ്യാം. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതും. കാരണം എന്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടമാണ് ഈ പായസം. അതുപോലെ തന്നെയാണല്ലോ എന്റെ കണ്ണനും. എന്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. ജസ്നയുടെ മൂന്നാമത്തെ കുഞ്ഞായിട്ടാണ് കണ്ണനെ കാണുന്നത് എന്നാണ് പറയുന്നത്. അത് കുഞ്ഞിക്കണ്ണനെ ആയിരിക്കാം. എന്ന് വെച്ചാൽ വിശ്വാസം ഉള്ളവർക്ക് ഉറപ്പായിട്ടും അതൊരു വിശ്വാസമാണല്ലോ. ആ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സ്വന്തം മക്കളായിട്ടായിരിക്കാം, സ്വന്തം കുഞ്ഞായിട്ടായിരിക്കാം ഈ പറഞ്ഞ ജസ്ന കാണുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം അതൊരു വിശ്വാസമാണ്. അത് ഓരോരുത്തരുടെ വിശ്വാസം, അവരവരുടെ വിശ്വാസം അവരവർക്ക്. പറഞ്ഞു കേട്ടില്ല. അപ്പം കണ്ണനെ ഈ പറയുന്ന ജസ്നയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പണ്ട് മുതലേ പറയുന്നത്. ആ ഒരു കണ്ണന്റെ പടം വരച്ചിട്ടാണ് ജസ്ന ഭയങ്കര ഫേമസ് ആയതും അത് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോൺട്രവേഴ്സികളും ഉണ്ടായതും എല്ലാം. അപ്പം ആ കണ്ണന് വേണ്ടിയിട്ട് പായസം കൊടുക്കാൻ പോകുന്നതാണ്. ഇനി പായസം കൊണ്ട് കൊടുക്കാൻ പോകുന്നത് നമുക്ക് കാണാം. സമ്മത്തമായ വെള്ളപ്പൊക്കം കാണാൻ വന്ന എജാതി മഴ. നോക്ക് വെള്ളം, ഫുള്ള് വെള്ളം. അയ്യോ, കൊടയൊക്കെ പറന്നു പോയി. അപ്പൊ ഇത് എവിടെ കൊണ്ട് വെക്കുന്നുണ്ടെന്നോ എവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ടോ ഒന്നും കാണിക്കുന്നില്ല. ഏതായാലും കണ്ണന് കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അത് എവിടെ കൊണ്ട് വെക്കുന്നു എന്നൊന്നും കാണിക്കുന്നില്ല. പിന്നെ മഴയൊക്കെ കാണിക്കുന്നുണ്ട്. അവിടം വരെ പോകുന്നതുകൊണ്ട് വീഡിയോ കട്ടാവുകയാണ്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കമന്റുകൾ ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ അതിന്റെ കമന്റുകളാണ് കൂടുതലും ശ്രദ്ധിച്ചത്. നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കിയത് അവിടെ കൊണ്ടുവയ്ക്കാൻ പാടില്ല. അത് റിയൽ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ഞാൻ ഈ റിയൽ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കമന്റുകൾ മാത്രമാണ് ഇവിടെ വായിക്കുന്നത്. നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കിയത് അവിടെ കൊണ്ടുവയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെക്കാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടുത്തെ കമന്റ് അങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷെ ജസ്നയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ജസ്ന കൊണ്ട് വെച്ചു എന്നാണ് ജസ്ന പറയുന്നത്. ഞാൻ കൊണ്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ജസ്ന പിന്നൊരു വീഡിയോയിലും വന്ന് പറയുന്നത്. അത് നമുക്ക് കേൾക്കാം. പിന്നെ ഒരു കമന്റ് വന്നിരിക്കുന്നത്, ചേച്ചി, ഗുരുവായൂരിൽ നിങ്ങൾ വിചാരിക്കുന്ന കണ്ണനൊന്നുമല്ല, ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ആരാധിച്ച ചതുർഭാവുവായ സാക്ഷാത് ശ്രീ മഹാവിഷ്ണുവാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്നത് കണ്ണനല്ല, മഹാവിഷ്ണുവാണ് എന്നാണ് ഇവിടെ വേറൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. ഈ കമന്റ് ഇട്ടിരിക്കുന്നതല്ല റിയൽ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് പ്രത്യേകം എടുത്ത് വായിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ അല്ല അവിടെ ഇരിക്കുന്നതെന്ന് അവർ പറയുന്നത്. ഗുരുവായൂരിൽ ചില ആചാരങ്ങളുണ്ട്, ആദ്യമേ അത് മനസ്സിലാക്കുക, എന്നിട്ട് പായസം കൊണ്ടുപോവുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കമന്റ് വന്നിരിക്കുന്നത്, വീട്ടിൽ വെച്ച സാധനങ്ങൾ അവിടെ സ്വീകരിക്കാറില്ലല്ലോ താത്തേ എന്ന് പറയുന്നുണ്ട്. അപ്പം വീട്ടിൽ വെച്ച സാധനങ്ങൾ കൂടുതൽ പേരും പറയുന്നത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയത് അവിടെ സ്വീകരിക്കാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ജസ്ന ഇവിടെ കൃത്യമായിട്ട് പറയുന്നു ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു എന്നുള്ളത്. ഇനി അതിപ്പം അവിടെ വാങ്ങിക്കുന്ന നേർച്ചയായിട്ടൊക്കെ വെളിയിൽ നിന്നൊക്കെ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കാറുണ്ട്. ചിലപ്പോൾ വെളിയിൽ നിന്നായിരിക്കാം കൊണ്ടുവന്നതെന്ന് വിചാരിച്ച് ചിലപ്പോൾ അവിടെ ഉള്ളവർ വാങ്ങിച്ചു വെച്ചിരിക്കാം. പക്ഷെ ജസ്ന ഇവിടെ ഞാൻ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയ സാധനം പായസം അത് എന്റെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ കണ്ണനെ എന്റെ കുട്ടിയെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ കണ്ണനെ കൊടുക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഗുരുവായൂർ കൊണ്ടുവയ്ക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കാൻ പാടുണ്ടോ? എല്ലാവരും ചോദിക്കുന്ന അതാണ്. അങ്ങനെ എന്തെങ്കിലും ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്കൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചോദിക്കുന്നുണ്ട്, ഏത് നടയിലാണ് ഈ പായസം വെച്ചതെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പായസം കൊണ്ട് വെച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഏത് നടയിലാണ് വെച്ചതെന്ന്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഗുരുവായൂരിൽ പോകുന്നവരായിരിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ചോദിച്ചത് ഏത് നടയിലാണ് ഇത് വെച്ചതെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ കമന്റ് ഇട്ടേക്കുന്നത്, നിന്റെ പായസം കുടിക്കാൻ അവിടെ കണ്ണൻ വേണ്ടേ? പുള്ളി എന്നെ അവിടുന്ന് സ്ഥലം വിട്ടു, നിന്നെ കൂട്ടുള്ള അവതാരങ്ങൾ അവിടെ കയറി പുള്ളിക്കൊരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കമന്റ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ പറയുന്ന ജസ്നയുമായിട്ടുള്ള കോൺട്രവേഴ്സികൾ കൂടുതലും. അതിനകത്ത് പോയി റീൽ എടുക്കുകയൊക്കെ ചെയ്തു. ഒരിക്കലും റീൽ എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി റീൽ എടുക്കുകയും അവിടുന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഹൈക്കോടതിയിൽ നിന്ന് ആ അമ്പലവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് കൊണ്ട് കേസ് കൊടുത്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതും ധിക്കരിച്ചാണ് ഈ പറയുന്ന അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത്, ഗുരുവായൂരിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് ഇപ്പം ചർച്ച നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് നീ പായസം വെച്ച് കണ്ണന് കാണിക്കാൻ കൊടുക്കുന്നത്. എല്ലാവരും അവിടുത്തെ പായസം വാങ്ങി കൊണ്ടുവരാനാണ് പോകുന്നത്. നീ ഇത് ആദ്യമായിട്ടുള്ള, ഇനി ആര് ബോധ്യപ്പെടുത്താനാണ്? നീ വെറൈറ്റി ആണല്ലോ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കാട്ടിക്കൂട്ടുന്നത്.
എന്നുവെച്ചാൽ നീ ഗുരുവായൂരിന്റെ ക്ഷേത്ര പരിസരത്ത് കാട്ടിക്കൂട്ടുന്ന ഒരു വെറൈറ്റി ആണല്ലോ. എല്ലാവരും അവിടുന്ന് പായസം വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പോകുന്നത്, നീ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്, നീ ഇത് ആരെ ബോധിപ്പിക്കാനാണ് ഈ പോകുന്നത് എന്നാണ് ഇവിടെ ഒരു ചോദ്യം. അത് ഒന്നൊന്നര ചോദ്യം കേട്ടോ. പിന്നെ പറഞ്ഞോളൂ, സംഘികളെ പറ്റിക്കാനുള്ള പായസം. പാവപ്പെട്ട കൃഷ്ണഭക്തിയുള്ള ഹിന്ദുക്കളെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറ്റിക്കാൻ പറ്റുമോ? ഇവരുടെ വർത്തമാനം കേട്ടാൽ ആരും പെടും കഷ്ടം. എന്നുവെച്ചാൽ പാവപ്പെട്ട കൃഷ്ണഭക്തരെ എല്ലാം ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് പറ്റിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറ്റിക്കപ്പെടാനും കുറെ പേര് ഉണ്ട് എന്നാണ് ആ കമന്റിന്റെ സാരം. അപ്പം ഞാനും ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ ഞാൻ ഈ കമന്റുകളെല്ലാം വായിച്ചതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലാവുന്നത് വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അവിടെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. വെളിയിൽ അപ്പൊ അതിനെക്കുറിച്ച് മറ്റൊരു കമന്റ് വന്നിട്ടുണ്ട്, ഞാൻ അതുകൂടെ വായിക്കാം. കണ്ണൻ ഇഷ്ടം വെണ്ണയും കദളിപ്പഴവുമാണ്, വെറുതെ ആളുകളെ പറ്റിക്കാൻ ഇറങ്ങിക്കോളും, അതിന്റെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ഭക്തിയേറിയ കുറെ മണ്ടന്മാരും, അവർ വീഡിയോ എടുത്ത് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കമന്റ്, ഇവര് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു കമന്റ് വന്നിട്ടുണ്ട്. കമന്റ് കറക്റ്റ് ആണ്. കണ്ണൻ ഇഷ്ടം വെണ്ണയും കദളിപ്പഴവുമാണ്. എന്നുവെച്ചാൽ വെണ്ണ കട്ട് തിന്നാൻ വേണ്ടിയിട്ട് കണ്ണൻ കയറുന്ന ഈ ഉറിയിൽ കയറി കണ്ണൻ വെണ്ണ കട്ടി തിന്നുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ ഈ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് പോയി വെണ്ണ കട്ട് തിന്നാനൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഓക്കെ, വെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണല്ലോ ഈ കണ്ണൻ വെണ്ണ കട്ട് തിന്നാൻ പോകുന്നത്. അപ്പൊ കദളിപ്പഴവും വെണ്ണയുമാണ് കണ്ണൻ ഇഷ്ടം. നീ ഇനി പായസം കൂടെ കൊണ്ട് കൊടുത്ത് നീ വളരെ മണ്ടനാക്കുകയാണ്. ആ മണ്ടരാകുന്നതിൽ കുറെ പേരുണ്ട്. അവരെയും കൂടെ, ആ ഭക്തരെ കൂടെ നീ മണ്ടരാക്കുകയാണെന്നാണ് ഇവിടെ ഒരു കമന്റ് വന്നിരിക്കുന്നത്. ഇതെടുത്തിട്ട് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക, അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നുണ്ട്, യഥാർത്ഥ ഭക്തി ആരെയും കാണിക്കാനല്ല, അത് ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധമാണ്, അത് മനസ്സിലാക്കുക, വെറുതെ ആളുകളെ വിഡ്ഢിവേഷം കെട്ടി കബളിപ്പിക്കരുത്. അതിൽ ഞാൻ നേരത്തെ ആദ്യമേ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മള് ഈ ഗുരുവായൂർ പോകുന്നവരെല്ലാം ഞാൻ ഗുരുവായൂർ ഇതുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരും വീഡിയോ ഒന്നും ഇടുന്നില്ല. അവര് ഭക്തിയോടെ പോകുന്നവരാണ്. എന്നുവെച്ചാൽ ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നവരല്ല. അവര് ഭക്തിയോടെ പോയി, ആ ഭക്തിയോടുകൂടി പോയി അവിടെ പ്രാർത്ഥിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവര് തിരിച്ചു വരുന്നു. ഓക്കെ, അവരാരും വീഡിയോ എടുത്തിടുന്നില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കും, അല്ലെങ്കിൽ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കും എന്നുള്ളതല്ലാതെ ഇവരാരും പോയിട്ട് ഞാൻ കണ്ണന് അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ വെച്ച് ഇതുകൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞ് ആരും വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെയും. പക്ഷെ ഇതിനകത്ത് പറയുന്നത്, ഇങ്ങനെ ആൾക്കാരെ വേഷം കെട്ടി കളിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. നീ ആരെ ബോധിപ്പിക്കാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇതെല്ലാം കമന്റ് ആണ് കേട്ടോ. അതിന് വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ്. നിനക്ക് ഗുരുവായൂർ അമ്പലത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ? അവിടുത്തെ ആചാരങ്ങൾ എന്താണെന്ന് അറിയാമോ? ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണ് നീ മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ ഓരോ വീഡിയോ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അല്ലേ? കഷ്ടം. നിന്നെയൊക്കെ ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. തല്ലല്ലേ അമ്മാവ, ഞാൻ നന്നാകില്ല എന്നാണ് അടുത്ത കമന്റ്. എന്നുവെച്ചാൽ കൂടുതലും നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും പറയും ഈ കമന്റ് ഇട്ടിരിക്കുന്നവരെല്ലാം സുഡാപ്പികളാണ്, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവരൊന്നും അല്ല. നിങ്ങൾ ആ അക്കൗണ്ടിലോട്ട് കയറി നോക്കുക, ആ അക്കൗണ്ടിൽ താഴോട്ട് കമന്റ് എടുക്കുക, ആ കമന്റ് വായിക്കുക, എന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഈ ഭക്തരായ ഹിന്ദുക്കളുണ്ടല്ലോ അവരാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഫുൾ മ്യൂട്ടാക്കി കമന്റ് വായിക്കാൻ മാത്രം കയറിയ ഞാൻ മാത്രമാണോ എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. ഒരു കാര്യം, വീട്ടിൽ ശുദ്ധി ഇല്ലാതെ ഉണ്ടാക്കിയതൊന്നും അമ്പലത്തിൽ കേട്ടില്ല. അവിടുത്തെ പ്രസാദം ഇങ്ങോട്ട് എടുക്കുക. വീട്ടിൽ കൊണ്ടുവന്നാൽ അതുപോലും അശുദ്ധിയാകും. അപ്പോഴാണ് ഇതും താങ്ങി അങ്ങോട്ട് പോണത്. അപ്പം പറയുന്നത്, വീട്ടിൽ ശുദ്ധി ഇല്ലാതെ ഉണ്ടാക്കിയ ഒന്നും അമ്പലത്തിൽ കയറ്റാറില്ല എന്നാണ് പറയുന്നത്. അവിടുത്തെ പ്രസാദം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് പതിവ്. അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാൽ തന്നെ അത് അശുദ്ധിയാണ് എന്നൊക്കെ രീതിയിലാണ് ഇവിടെ അത് കറക്റ്റായിട്ട് എനിക്ക് ആ കമന്റ് എനിക്ക് മനസ്സിലാവുന്നത്. വീട്ടിൽ കൊണ്ടുവന്നാൽ എന്നാണ്. വീട്ടിൽ കൊണ്ടുവന്നാൽ അതുപോലും അശുദ്ധിയാകും. അപ്പോഴാണ് ഇതും തൂക്കി അങ്ങോട്ട് വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളതുമായ കാര്യങ്ങളുണ്ട്. നിനക്കൊക്കെ കോപ്രായം കാണിക്കാനുള്ളതല്ല ക്ഷേത്ര ആചാരങ്ങളിൽ ഇടപെടാതിരിക്കുക. ഭഗവാനെ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ കോപ്രായം കാണിക്കാൻ വേണ്ടി ആവരുത്. ഒരു വട്ടം കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു, പിന്നെ ഗുരുവായൂരപ്പനെ കിഴക്കേ നടയിൽ നിന്നും കാണും വിധം വീഡിയോ എടുത്തു, അത് വൈറലാക്കി. ഇപ്പം പായസം വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുന്നു. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ്? ഭക്തി നല്ലതാണ്, പക്ഷേ ഓവർ ആക്കരുത് പ്ലീസ്. അപ്പൊ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ കാണിക്കുന്നതെല്ലാം പ്രഹസനമാണ് എന്നുള്ളത്. ഞാൻ വലിയൊരു കൃഷ്ണഭക്തയാണ്, അതുകൊണ്ടാണ് എന്നെ ആണെങ്കിൽ ഓരോന്ന് പറയുന്നത്. അതിനെ എതിർക്കണമെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പൊ എന്റെ കൂടെ കുറെ ആൾക്കാരുടെ വേണമല്ലോ. അപ്പൊ അവരെയും കൂടെ ചേർത്ത് വെച്ചല്ലേ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്റെ കൂടെ കുറെ പേര് വേണമല്ലോ എന്ന് നോക്കിയപ്പം ഒരു ഐഡിയ,
ഞാൻ ഇവിടുന്ന് പായസം എങ്കിൽ പായസം. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അപ്പൊ കുറെ പേര് ഭക്തിമൂത്ത കുറെ പേരുണ്ടല്ലോ, ഈ പറഞ്ഞ നേരത്തെ തന്നെ കമന്റിൽ കേട്ടല്ലോ, കുറെ പേര് വിഡ്ഢികളാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ വിഡ്ഢികളാകുന്നവർ എന്ത് ചെയ്യും? ജസ്നയ്ക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ട് ജസ്ന ചെയ്തത് വലിയൊരു കാര്യമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കമന്റ് ഒക്കെ ഇട്ട് തുടങ്ങും. അതാണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, ഞാൻ ഒരു വലിയ കൃഷ്ണഭക്തിയാണ്, 10 പേരെ ബോധിപ്പിക്കണം. എനിക്കറിയത്തില്ല, ഭക്തിയുള്ളവരൊക്കെ ഇങ്ങനെ ഞാനൊരു ഭക്തനാണ്, ഞാനൊരു വലിയ ഭക്തിയുള്ള ആളാണെന്ന് പറഞ്ഞ് ആരെയും ബോധിപ്പിക്കാൻ നടക്കുമോ? ദൈവത്തെയല്ലേ നമ്മൾ ബോധിപ്പിക്കത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ദൈവത്തെയാണ് ബോധിപ്പിക്കേണ്ടത്, നാട്ടുകാരെ അല്ലല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നാട്ടുകാരെ മൊത്തം ബോധിപ്പിക്കാൻ വേണ്ടി, ഞാനൊരു വലിയ കൃഷ്ണഭക്തിയാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് കുറച്ച് പായസം ഉണ്ടാക്കി കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ അവിടെ നടക്കല് വെക്കാനേ എന്ന് പറഞ്ഞിട്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടു. അതേപോലെ 1-2 ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കണ്ടു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഞാനല്ല ശ്രമിക്കുന്നത്, നിങ്ങളാണ്. ഞാൻ കേട്ടില്ല കേട്ടോ ഒരു റിയാക്ഷൻ വീഡിയോക്കാരും ഇത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്നെ ചെയ്യുന്നതായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. അങ്ങനെ വല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മതസ്പർദ്ധ വളർത്താനാണെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഈ ജസ്നെ കാണിക്കുന്ന ഈ ഡ്രാമ എടുത്ത് കാണിച്ചായിരുന്നു. ഈ ഡ്രാമ എടുത്ത് മുന്നിലേക്ക് കാണിച്ചു, ഇതൊരു ഡ്രാമയാണ്, ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അതിനെ ഒരു മതസ്പർദ്ധയാക്കി പെട്ടെന്ന് ജസ്നെ മാറ്റി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്നയുടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ശ്രമിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്താ? ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേന്ന്. ഞാൻ ഒരിക്കലും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. എനിക്ക് പോവാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ നമ്മള് വീട്ടിൽ നിന്നും എന്ത് സാധനം കൊണ്ടുപോയാലും, അത് കടയിൽ നിന്ന് എന്ത് സാധനം മേടിച്ചാലും, അത് എത്ര വിലയുടെ സാധനമാണെങ്കിലും, എത്ര വില കുറഞ്ഞ സാധനമാണെങ്കിലും, അത് ഗുരുവായൂര് ശ്രീകോവിലിനുള്ളില് കണ്ണന് വേണ്ടിയിട്ട് ഒന്നിനും എടുക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇതിൽ പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കൊണ്ട് കൊടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ആ കമന്റിൽ നിന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒന്നും കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതാ. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് ഇതിനകത്ത് കമന്റ് ചെയ്തേക്കുക കേട്ടോ. എന്നിട്ടും ഞാൻ ആ പായസം ഉണ്ടാക്കി കൊണ്ടുപോയത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്റെ മനസ്സിന്റെ സന്തോഷത്തിന്. ഞാൻ കണ്ണന് സമർപ്പിച്ചതാണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു കാര്യമാണത്. അവിടെ നിങ്ങള് മതസ്പർദ്ധയല്ല ഭഗവാനും ഭക്തനും തമ്മിലുള്ള കാര്യമാണത്. അതിൽ നിങ്ങൾ മതസ്പർദ്ധ അല്ല കാണേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ ഭഗവാനും ഭക്തനും ഉള്ള കാര്യമാണെങ്കിൽ അതെന്തിനാണ് ഈ 10 പേരെ അറിയിക്കുന്നത് വീഡിയോ ഇട്ടിട്ട്? ആ ഭഗവാനും ഭക്തനും അറിഞ്ഞാൽ പോരെ? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാനുണ്ടെങ്കിലും, ഇപ്പൊ പായസം കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ, ഇത് പായസം കൊണ്ട് വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ വീഡിയോ ഇട്ടത് കൊണ്ടല്ലേ വെളിയിൽ വന്നത്. അപ്പം ഇത് 10 പേരെ അറിയിക്കുകയും വേണം. പിന്നെ പറയുന്നത് എന്താ? ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമാണെന്ന്. ഞാൻ അവിടെ നടക്കൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് കണ്ണനാണ് തീരുമാനിക്കേണ്ടത്, മനുഷ്യരല്ല തീരുമാനിക്കേണ്ടത്. അത് വൈകുന്നേരം ആരെങ്കിലും ലേലം ചെയ്ത് മേടിച്ചോണ്ട് പോവുകയേ ചെയ്യുള്ളൂ എന്ന് എനിക്കും അറിയാം. എന്നിട്ടും ഞാൻ അത് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടേ, അതെന്റെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് എല്ലാവരും. ഒരു സാധനവും ശ്രീകോവിലിനകത്തേക്ക് എടുക്കില്ല എന്ന് അറിഞ്ഞിട്ടും എല്ലാവരും അവിടെ എന്തെങ്കിലും സാധനം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനോടുള്ള സ്നേഹമാണ്. അവിടെ എല്ലാവരും സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കൂടുതലും പറയുന്നത് അവിടെ വെളിയിൽ ഈ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെളിയിലുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് പ്രത്യേക കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ആ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് അവര് പ്രസാദം അവിടെ വെക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന സാധനമല്ല എന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് നേരെ തിരിച്ചാ. അല്ലാതെ അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. വെറുതെ ഇത് വളച്ചൊടിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ കൊടുത്തത് എന്റെ കണ്ണനാണ്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് കണ്ണനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ആരും അല്ല. അത് വെറുതെ ഇങ്ങനെ വളച്ചൊടിച്ച് ഓരോ വിഷയം ഉണ്ടാക്കാതിരിക്കുക ദയവ് ചെയ്ത്. ഇതിനകത്ത് മതസ്പർദ്ധയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആരും. കാര്യങ്ങളാണ് പലരും ചോദിച്ചത്. ആ കാര്യം ചോദിച്ചതിനെ മതസ്പർദ്ധയാക്കി മാറ്റുന്നത് ഈ ജസ്ന തന്നെയാണ്. ജസ്നയ്ക്ക് ഹൈക്കോടതി ഇവരെ കൊണ്ട് ഇതിനകത്ത് കയറാൻ പാടില്ല എന്നുള്ളത്. ശ്രീകോവിലിന് അവിടെ ഹൈക്കോടതി പോലും കയറാൻ പറ്റത്തില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവെന്നാണ് പറയുന്നത്. അപ്പം എവിടെ കൊണ്ട് വെച്ചു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അകത്തോട്ട് കയറാൻ പാടില്ലല്ലോ. പിന്നെ ഇത് എവിടെ കൊണ്ട് കൊടുത്തു, ഈ കാണിക്ക എങ്ങനെ കൊണ്ട് കൊടുത്തു എന്നാണ് ചോദ്യം. ചിലപ്പോൾ കൂടെയുള്ള ഭർത്താവായിരിക്കാം കൊണ്ടുവച്ചത്. അതെന്തും ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമേ അല്ല. ഇവിടെ പറഞ്ഞ മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് ആരാണ് ഈ ശ്രമിച്ചത്? ആരും ശ്രമിച്ചിട്ടില്ല. ഇത് ബാക്കിൽ നിന്നും പഴയ സപ്പോർട്ടൊന്നും ഇപ്പൊ കിട്ടുന്നില്ല.
ഇപ്പൊ ജസ്നയ്ക്ക് പഴയ സപ്പോർട്ടൊന്നും ഇല്ല. ജസ്നയുടെ കള്ളത്തരം ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും പഴയ ഒരു സപ്പോർട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഭക്തി നിങ്ങളെല്ലാവരും, ഞാൻ ഈ വീഡിയോ കാണുന്നത് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളും ഭക്തി ഉള്ളവരാണ്. നിങ്ങളെല്ലാവരും ഗുരുവായൂർ പോകുന്നവർ ഒരുപാട് പേര് കാണും, ഈ വീഡിയോ കാണുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളിലായിക്കോട്ടെ. അത് നിങ്ങൾ ഭക്തി കൊണ്ട് പോകുന്നതാണ്, 10 പേരെ അറിയിക്കാൻ വേണ്ടി പോകുന്നവരാണോ? അല്ല. ഞാൻ ഇന്നടത്ത് പോയി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അത് വീഡിയോ എടുത്തിടുന്നു, ഞാൻ ഇന്ന സാധനം നിവേദ്യമായിട്ട് പോയി കൊടുക്കുന്നു, ഞാൻ ഇന്ന സാധനം നേർച്ചയായിട്ട് കൊടുക്കുന്നു, അത് വീഡിയോ എടുത്ത് കാണിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മറ്റൊന്നിനുമല്ല. നിങ്ങൾ ഉറപ്പിച്ചോ, ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കൃഷ്ണഭക്തയാണ്, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം. എന്നെ ഒരു വിഭാഗം കടന്ന് ആക്രമിക്കുന്ന ഈ കമന്റിലൊന്നും ഏതൊരു വിഭാഗം ആക്രമിക്കുന്നതായിട്ടും നമ്മൾ കണ്ടില്ല. കമന്റിൽ മൊത്തവും നല്ല ഭക്തരും അതിനെക്കുറിച്ച് അറിയാവുന്നവരും മാത്രമാണ് സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കാപഢ്യം മനസ്സിലാക്കിയവർ, ജസ്നയുടെ കാപഢ്യം മനസ്സിലാക്കിയവർ, ഈ ജസ്ന മറ്റുള്ളവരെ കളിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നേരത്തെ മുതലേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. നല്ല നല്ല ഭക്തരുണ്ടല്ലോ, അവര് പറയുന്നുണ്ടായിരുന്നു ഒരേ കണ്ണനെ വരയ്ക്കത്തുള്ളൂ, അത് വെച്ചിട്ട് പലയിടങ്ങളിൽ പോകുന്നു, ഇത് കൊടുക്കുന്നു. ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, ആദ്യമൊക്കെ ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ജസ്നയെ പിന്നെ പയ്യെ പയ്യെ തഴയാൻ തുടങ്ങി. ആ തഴയാൻ തുടങ്ങിയതിൽ നിന്നും ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ട് ജസ്ന കളിച്ച ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.